बल्ले हो जाएगी बल्ले बल्ले नचिकना चिकना चिकना हाँ नचिकना चिकना 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 हाँ नचिकना चिकना चिकना പെട്ടെന്ന് ഈ ശർവാണിയെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ തന്നെ വിചാരിച്ചു ബിഗ് ബോസ് ഇനി വീട്ടിനകത്ത് ഫസ്റ്റ് ഡേ ആണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ എന്തുവാണ്, ബിഗ് ബോസ് വീട്ടിനകത്തുള്ള ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം വെൽക്കം ടു അസിറോക്കി ബിഗ് ബോസ് സീസൺ 7 ഒഫീഷ്യൽ അനലൈസിങ് വീഡിയോ. ഓക്കെ, സ്റ്റാർട്ട്. അപ്പം നമ്മൾ ഇപ്പം ഞാൻ എന്താ ശർവാണിയെ കിട്ടല്ലേ നിൽക്കുന്നത്, ഇതുപോലെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ഡേ വന്നിട്ട് ബിഗ് ബോസിനകത്തോട്ട് കയറി പോകുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണുകെട്ടിയാണല്ലോ കൊണ്ടുപോകുന്നത്. കണ്ണുകെട്ടി നമ്മൾ വീടിനകത്തോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന ആൾക്കാരെല്ലാം, ഇപ്പം ഉദാഹരണത്തിന് ഞാനിപ്പോൾ പോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 10ാമതോ 12ാമതോ എന്തോ ആണെന്ന് തോന്നുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വരുന്നവർക്കല്ല, പക്ഷെ ഒരു 10 മെമ്പേഴ്സൊക്കെ കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിരിക്കും. ഇപ്പം അകത്ത് കാണുമ്പോഴത്തേക്കും അവർക്ക് ഫുള്ള് അവർ കണ്ടിട്ടുള്ള അവർ ഇതിനു മുമ്പ് അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ചുറ്റും ക്യാമറകളും അതുപോലെ തന്നെ അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആയിരുന്നാലും അവിടെ കാണുന്ന കാഴ്ചകളെല്ലാം തന്നെ വളരെ പുതുമയുള്ള കാഴ്ചകളായിരിക്കും. അപ്പം ബേസിക്കലി നമുക്ക് ഒരു പുതിയൊരു കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ തന്നെ ടോട്ടൽ കൺഫ്യൂസ് ആവും. നമ്മൾ വേറെ ഏതോ ലോകത്ത് പോയി എത്തപ്പെട്ട ഒരു അവസ്ഥയാവും. അപ്പം ഒരു പ്രത്യേക തരം ഒരു ഇരുട്ട് നമ്മളെ മൂടിയതുപോലത്തെ ഒരു ഫീൽ ഉണ്ടാവും നമുക്ക്. കാര്യം നമ്മൾ സാധാരണ എന്തുവാണ്, നമ്മൾ ഈ കാണുന്ന കാഴ്ചകളായിരുന്നാലും ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമ്മൾ അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്ത് കീപ്പൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ. നമ്മളോട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കും. പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കും നമ്മുടെ കയ്യിൽ ഫോണില്ല, നമ്മുടെ കയ്യിൽ നമുക്ക് ചുറ്റും ആരുമില്ല, നമ്മുടെ ബന്ധുക്കളില്ല, സ്വന്തക്കാരില്ല, നമ്മൾ കാണാത്തതായിട്ടുള്ള അല്ലെങ്കിൽ പരിചയമില്ലാത്തതായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ ഇതുപോലെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കും. ഹായ്, ഹലോ, ഹൗ ആർ യു, എപ്പോൾ വന്ന്, എവിടെയാണ്, സുഖമാണോ. ചില ആൾക്കാർക്ക് പരിചയം കാണും, ചില പരിചയമുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അവർ പിന്നെ എന്തുവാ ഒരു ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ടെൻഷൻ ആയിരിക്കും, എല്ലാവർക്കും ഭയങ്കര പിന്നെ ക്യൂരിയോസിറ്റി ആയിരിക്കും. എല്ലാവർക്കും ആരെയും അങ്ങ് പിടിക്കില്ലെങ്കിലും എല്ലാവരും ഓക്കെ ആണെന്നുള്ള ലെവലിലോട്ട് നിൽക്കും. ഓക്കെ, ഫസ്റ്റ് ഡേ എല്ലാവരും കൂടെ പരിചയപ്പെട്ട് കഴിയും. അത് കഴിഞ്ഞിട്ട് ഫുഡ് വരും. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂംസുകൾ ആദ്യമേ നമ്മൾ റൂമൊക്കെ പോയി നോക്കും. ബാത്റൂം റൂം കാര്യങ്ങൾ, കിച്ചൺ, ബാക്കിയുള്ള എല്ലാം തന്നെ എല്ലാ കണ്ടസ്റ്റൻറ്റും കയറി നോക്കും വരുന്നവർ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കും, പരസ്പരം പരിചയപ്പെടും. അങ്ങനത്തെ ഒരു സെക്ഷനാണ് ഫസ്റ്റ് ഡേ പോകുന്നത്. അത് കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. സാമാന്യം ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലായിരിക്കും കിടക്കകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ചെന്നൈയിലുള്ള സെറ്റിൽ നല്ല കൊതുകുണ്ടായിരുന്നു. കൊതുകുതിരി തരാൻ വേണ്ടിയിട്ട് തന്നെ അവർ 5 ദിവസം എടുത്തു. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കൊതുകുതിരി തന്നത്. അത്രയ്ക്ക് കൊതുകായിരുന്നു. ഓരോ കൊതു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഉള്ളു. അത്രയുള്ള കൊതുവിൻ്റെ കൊതുകടി കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഈ ഫസ്റ്റ് ഡേ കയറി വരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവർ ഒരുപാട് സംസാരിക്കാനുണ്ടാവും. അവർ കുറേയൊക്കെ അങ്ങോട്ട് സംസാരിച്ച് നേരം പോകണം അറിയില്ല. പെട്ടെന്ന് രാവിലെ ആവുന്നതായിരിക്കും നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ഭയങ്കര ടയർഡായിരിക്കും. അതുകൊണ്ട് തന്നെ പോകുന്നവർ ആദ്യത്തെ ഡേ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ രാവിലെ നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ സംസാരിക്കും. പിറ്റേന്ന് രാവിലെ വന്നു കഴിഞ്ഞാൽ രാവിലെ മുതൽ അത്യാവശ്യം ടാസ്ക് സ്റ്റാർട്ട് ചെയ്യും. പിറ്റേന്ന് രാവിലെ നിങ്ങൾക്കൊരു ടാസ്ക് ഉണ്ടാവും. അത് അത്യാവശ്യം ഒരു ഫിസിക്കലി ഉള്ള ഒരു ടാസ്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആ ടാസ്കിൽ നിങ്ങൾ പെർഫോം ചെയ്യുന്ന രീതി, ഇപ്പം എൻ്റെ ടാസ്കിൽ എന്ന് വെച്ചാൽ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാർജിങ് ഗെയിമാണ് ഞാൻ കളിച്ചത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എതിരാളികളുടെ ശക്തി മനസ്സിലാക്കണമായിരുന്നു. ആരാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, ആരൊക്കെയാണ് ഫയർ ഉള്ളത്. അപ്പോൾ അവിടെ അർജുനുണ്ട്, അതുപോലെ തന്നെ മുടിയനുണ്ട്, അതുപോലെ സിജോ ഉണ്ട്, അതുപോലെ ജിൻഡോ ഉണ്ട്, രതീഷ് ഉണ്ട്, ഗബ്രി ഉണ്ട്. അപ്പം ഇങ്ങനെ ഇവരുടെ ഇടയിൽ പിന്നെ ലേഡീസിലാണെങ്കിൽ ജാസ്മിൻ അതുപോലുള്ള സംഘാംഗങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ ഇടയിൽ ആരാണ് ശക്തൻ എന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നിലുള്ള ഒരേ ഒരു മാർഗ്ഗം വരുന്നത് ചാർജ് ചെയ്യുക. ചാർജ് ചെയ്തിട്ട് ഇവരെ പവർ മനസ്സിലാക്കുക. തൽക്കാലം എല്ലാവർക്കും നല്ല പവർ ഉണ്ടായിരുന്നു. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരും ചാർജ് ചെയ്തു. അപ്പോൾ ചാർജ് ചെയ്യുമ്പോഴുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചാർജിങ് ഗെയിമാണ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചാർജിങ് ഗെയിമിനുള്ള ഒരു മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെവർ സറണ്ടർ എന്നുള്ള ഒരു തോട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവും. ഓക്കെ, നമ്മൾ ചാർജിങ് ഗെയിം അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പോലെ വിക്ടം കാർഡ്, അതുപോലെ തന്നെ നന്മവരം, അതുപോലെ തന്നെ പിന്നെ നമ്മളെ വക്രബുദ്ധി, അതുപോലെ തന്നെയാണ് ഒരു ചാർജിങ് ഗെയിമും. അത് കൈൻഡ് ഓഫ് ഗെയിമാണ്. അതൊരു ചാർജ് ചെയ്ത് എതിരാളിയെ ആക്രമിക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് വേണമെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ സീസണിലുണ്ടായിരുന്ന ഡോക്ടർ റോബിനെ നമുക്കൊരു ചാർജിങ് ഗെയിം, ഒരു അറ്റാക്കിംഗ് ഗെയിമർ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഓക്കെ, കാര്യം പുള്ളിക്കാരൻ്റെ ഗെയിം ഒരു അഗ്രസീവ് ആയിട്ടുള്ളൊരു ഗെയിം മോഡലാണ് പോയത്. പിന്നെ വേറെ നമുക്ക് സീസണിൽ അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ചാർജ് ചെയ്ത് ഗെയിം കളിക്കുന്നതായിട്ട് സാബു ഒരു ടൈപ്പ് ഓഫ് സൈക്കോളജിക്കൽ ആൻഡ് സാബു മോനെ കുറിച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ആ വിഷയം നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, ഇതിപ്പം നമ്മുടെ ഗബ്രി നമ്മുടെ ഡോക്ടർ റോബിൻ്റെ ഒരു സൈക്കോളജി, ഒരു ചാർജിങ് ഗെയിമായിരുന്നു. എതിരാളിയെ ചാർജ് ചെയ്ത് ഒതുക്കുക, സൗണ്ട് ഇട്ട് ഒതുക്കുക, പേടിപ്പിച്ച് ഒതുക്കുക, വിശ്വരൂപം കാട്ടി ഒതുക്കുക, അല്ലെങ്കിൽ ഒച്ചയ്ക്ക് സംസാരിക്കുക, ഒരിക്കലും തോറ്റു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉണ്ടാവുക എന്നുള്ളത് ഒരു ചാർജിങ് ഗെയിം തന്നെയായിരുന്നു. ദ കൈൻഡ് ഓഫ് എൻ്റെ ഫസ്റ്റ് ഡേയും ഒരു ചാർജിങ് ഗെയിം മെൻറ്റാലിറ്റിയിലാണ് ഞാനും അത് കൊണ്ടുപോയത്. സോ
അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു. ഇത്ര ദിവസം ഇന്ന ഗെയിം, അത് കഴിഞ്ഞിട്ട് അന്ന ഗെയിം, അത് കഴിഞ്ഞ് ഇന്ന ഗെയിം. അപ്പോൾ എന്തായിരുന്നു റോക്കിയുടെ ഗെയിം പ്ലാൻ എന്നുള്ള കാര്യം പറഞ്ഞുതരാം. പക്ഷേ എൻ്റെ പ്ലാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഫസ്റ്റത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൻ്റെ കളി നമ്മുടെ കളിയുടെ ഗതി നിർണ്ണയിക്കും. അതായത് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനെ നമ്മൾ ഓപ്പോസിറ്റുള്ള ആളിന് വേണമെങ്കിൽ ഗതി മാറ്റാൻ പറ്റും. നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ പ്രൊവോക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും, നമ്മൾ അഗ്രഷൻ ലെവലിലോട്ട് കൊണ്ടുപോകാൻ പറ്റും, നമ്മൾ അതിനെ പീക്കിൽ എത്തിക്കാൻ പറ്റും. അപ്പം ഒരാളുടെ ക്യാരക്ടർ, റിയൽ ക്യാരക്ടർ, എന്താ ഇടിക്കും എന്ന് പറഞ്ഞിട്ട് ഇടിക്കണമെന്നാണെങ്കിൽ അവൻ ഇടിക്കും. ഇപ്പോൾ മനസ്സിലായോ? കുത്തു എന്ന് പറഞ്ഞിട്ട് കുത്തുവാനാണെങ്കിൽ അവൻ കുത്തും. അവന് എവിടെ എന്നുള്ളത് അറിയത്തില്ല. മനസ്സിലായോ? ഇങ്ങനെയുള്ള ആൾക്കാർ ലോകത്തുണ്ട്. സോ അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ ഒരു ഹാൻഡ് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതും. നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള ഗെയിമിലൊക്കെ ഒരുപാട് പാഠം നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ മത്സരാർത്ഥികൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയായിരിക്കും. അത് വെച്ച് അനലൈസ് ചെയ്തിട്ട് നിങ്ങളൊരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ എനിക്ക് ഓഡിയൻസിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാവശ്യം സീസൺ തികച്ചും ഒരു വാടാപോടായ സീസൺ തന്നെ ആയിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരും തന്നെ ഓൾമോസ്റ്റ് ചാർജിങ് ഗെയിമും, അതുപോലെ തന്നെ ആൾക്കാരെല്ലാവരും പരസ്പരം ബഹുമാനമില്ലാതെയും റെസ്പെക്റ്റ് ഇല്ലാതെയും പരസ്പരം ഒരു മോറൽ കീപ്പ് ചെയ്യാതെയും വളരെ താഴ്ന്നുള്ള രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ചാൻസ് ഈ ഗെയിമിൽ ഈ സീസണിൽ ഞാൻ കാണുന്നുണ്ട്. നമുക്ക് കണ്ടറിഞ്ഞ് കാണാം ആരൊക്കെ വന്നിട്ട് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്തായിരുന്നാലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും ഈ സീസൺ ഫുള്ളായിട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇവന് വേറെ പണിയില്ലേ, ഇവന് വേറെ എന്താണെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ജസ്റ്റ് ഫോർ എ ഫൺ, അത്രയും മാത്രമേ ഞാനും കരുതുന്നുള്ള കാര്യം. ബിഗ് ബോസിലൂടെയാണ് എന്നെ 10 പേര് അറിഞ്ഞതെന്നുള്ള എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഈ ബിഗ് ബോസിനെ തള്ളി പറയത്തൊന്നുമില്ല, ഈ ബിഗ് ബോസിനെ പൊക്കി പറയത്തുമില്ല. എന്താണോ യഥാർത്ഥം അത് ഞാൻ നിങ്ങളോട് ഒന്ന് പറയും. നിങ്ങൾക്കത് സ്വീകരിക്കാം, അത് സ്വീകരിക്കാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പം ഞാൻ അടുത്ത എൻ്റെ എപ്പിസോഡിൽ വരുന്നത്, ഞാനിപ്പോൾ ഡേ പറയുന്ന കാര്യം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ചാലും ഒന്ന് ആലോചിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ ബിഗ് ബോസിനകത്ത് ഞാൻ കണ്ട 3 വ്യക്തികൾ ആരൊക്കെയാണ്, അവരുടെ ഗെയിം എന്തൊക്കെയാണെന്നുള്ള കാര്യം. 1 മുടിയൻ, 2 നമ്മുടെ രതീഷ്, 3 അൻസിബ. അപ്പോൾ ഇവരെ 3 പേരുടെ ഗെയിം എന്തായിരുന്നു, എന്താണ് ഇവരുടെ ഗെയിം പ്ലാൻ എന്തായിരുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിറവികളുടെ വിശ്വരൂപം നിങ്ങളിതാ. Burning the bridge that keeps us. I'm here and I'm feeling fearless. Exaggerated, that's what you assume. The story's over now, I must conclude. I am conflicted, watching where I step still, hanging in the back.